പേരൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഇനിയിപ്പോ ഇത് എങ്ങനെയൊന്ന് നേരാക്കി എടുക്ക. നേരാക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഉറുപ്പ്യ വേണം കജ്ജില് അറിയാം. ഓൾക്ക് ഒരു കൂട്ടും ഇല്ല. എനിക്ക് ഇങ്ങനെ പണിക്കും പോവാതെ പെരന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. എന്താ നിങ്ങള് മേപ്പെട്ടോക്കിക്കണ്? ഞാനിടി പെര ആകെ പൊളിഞ്ഞാടാറിക്കണ അത് നോക്കി നിക്കേന്ന്. നിങ്ങൾക്കില്ല ഇപ്പൊ അവിടെ അങ്ങനെ ഒരു 5 സെന്റ് സ്ഥലം കൊടുക്കണ്. അതിലിപ്പോ ഈ പെരാണ്ട് വിറ്റിങ്ങാണ്ട് ഒരു വീടാണ്ട് കയറ്റിയാ പോരെ. സ്ഥലമൊക്കെ അവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതുമ്മ ലോൺ എടുത്തിട്ട് ആരടക്കൂച്ചിട്ടാണ്? ഈ പണിയില്ലാത്ത ഓനെ കണ്ടിട്ട് ഞാൻ ഇതുമ്മ ലോൺ എടുത്തിട്ട് അവിടെ പെരയേറ്റുന്നത്? അതൊന്നും നടക്കൂല. അപ്പൊ നിങ്ങള് മരുവോളം നേരത്ത് പണ്ടൊന്നും ഇല്ലേ? ഓക്കല്ലേ 10-30 പവന്റെ പണ്ടൊക്കെ ഓളമ്മ തന്നിക്കുന്നല്ലേ നിങ്ങള് പറഞ്ഞീന്. ഓളെ മേത്ത് ആകെ ഒരു 5 പവന്റെ സ്വർണ്ണല്ലേ ഉള്ളൂ. അതേറ്റ് ഇപ്പൊ എന്താവാനാ? അങ്ങനെ 25 പവൻ പോയിക്കണെങ്കി ഇപ്പൊ ആകെ 5 പവനല്ലേ ഉണ്ടാവുള്ളൂല്ലേ. ഇനിയിപ്പൊ എന്താ ചെയ്യ നിങ്ങള്? ഈ പെരയിൽ എന്ത് വിശ്വസിച്ചിട്ടാ നിങ്ങളിപ്പോ നിക്ക? ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അതേപോലെ ഒന്നത് ചെയ്തു നോക്കി. ഓൾക്കിപ്പോ സ്വന്തമായിട്ട് ഓൾക്ക് പെര ഉണ്ടല്ലോ. ആ പെരമ്മ ഒരു ലോണാണ്ട് എടുപ്പിക്ക്. ഒരു 5-6 ലക്ഷം ഉറുപ്പ്യ എങ്ങനെ ആയാലും ഓളമ്മക്ക് ലോണമ്മ കിട്ടും. ഓളമ്മാണ്ട് അടച്ചോളൂ ആ ലോണ്. മകൾക്ക് വേണ്ടിട്ടല്ലേ, മകൾക്ക് ഒരു പെരയും കൂടിയാവാൻ വേണ്ടിട്ടല്ലേ ഇപ്പൊ ഇത് ചെയ്യണത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്. ഇനിയിപ്പൊ അതല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? അവളമ്മാനെ കൊണ്ട് അടപ്പിക്കാന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ പറയരുത്. അപ്പൊ ഈ തരൂല. നിങ്ങൾ അടച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് ലോൺ എടുക്കണം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാ? അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ചെക്കനെ കൊണ്ടാണ് ചോദിപ്പിച്ചൂടി. ഓൻ ചോദിച്ചാ പിന്നെ ഓള് സമ്മതിക്കാതിരിക്കോ? പിന്നെ 5 പവന്റെ പണ്ടുണ്ട് കാരണം അതുകൊണ്ട് വാങ്ങിയാ മതിയല്ലോ. ആ 5 പവന്റെ പണ്ടം മതി ഒരു തർപ്പണി ഇച്ചിടാനൊക്കെ. അങ്ങനെ കണ്ട് ചെയ്യന്നല്ല. അപ്പൊ എന്താ കാട്ടുക? നിങ്ങളെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരണ്ടാളും കൂടി തന്നെ അല്ല പെരയില് നിക്ക. അല്ല അപ്പൊ നിങ്ങൾ മരിച്ചു പോകുമ്പോ കൊണ്ടുപോകൊന്നുമില്ലല്ലോ. അങ്ങനൊക്കെ പറഞ്ഞിട്ടാണ് സമ്മതിപ്പിച്ചാ മതി. അല്ല ഈ എന്തപ്പോ വന്നേ? എന്താ സംഭവം? ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഇത്ര 500 ഉറുപ്പ്യ ഉണ്ടാവുമോ? എനിക്ക് ആ പീഡിയയിലാണെങ്കിൽ കൊടുക്കാണ്ടേ. ഇനിയിപ്പൊ പൈസ ഒരുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാള് സാധനം തരൂല എന്നാ പറഞ്ഞത്. 500 ഉറുപ്പ്യ എന്റെ അടുത്ത് എവിടുന്ന 500 ഉറുപ്പ്യ ഒക്കെ? അവിടെ ഇരിക്കല്ല ഒത്ത്. ഓൻ തരണ്ട പിന്നെ എനിക്ക് പൈസ ഒക്കെ എന്റെ അടുത്ത് ഇല്ലേടി. ഇല്ലേ? ഇനിയിപ്പൊ എന്താ കാട്ടൊക്കെ അറിയില്ല. ഞാൻ എന്നാ ഫുൾസാത്താനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ പോയിട്ട്. എന്നാ ഓളോട് പോയിട്ട് ചോദിച്ചു നോക്ക്. ഓളെ അടുത്തുണ്ടെങ്കിൽ ഓള് തരും. അന്ന് ഞാനാണ് പോട്ടെ. ഞാൻ പറഞ്ഞ പോലെ കണ്ട് ചെയ്താളി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പിക്ക് വിളിക്കൊണ്ടുട്ടാ. എന്നാ ആയിക്കോട്ടെ. പറഞ്ഞ പോലെ ഇവളോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. ഓനെ അടച്ചോളൂന്ന് പറഞ്ഞിട്ട് ലോൺ എടുപ്പിക്കാം. പിന്നെ തള്ളന്നെ അടച്ചോളും. തള്ളക്ക് പണിയുണ്ടല്ലോ. പിന്നെ ഇപ്പൊ എന്താ പേടിച്ചാള്? പോയി ചോദിച്ചോട്ടെ. ചെക്കനോട് ആദ്യം പറയട്ടെ. മോളെ, എന്തമ്മ പണിയോള് കഴിഞ്ഞില്ല എന്റെ? പണിയോളൊക്കെ ചെയ്യാനേക്കണ്. ഇനിയിപ്പൊ അധികം പണിയൊന്നുമില്ല. ഞാൻ അടിച്ചൊരു തുറക്കൊക്കെ വേണം. ഉച്ചക്കൊക്കെ ഇപ്പൊ എന്താ കൂട്ടാന്? കൂട്ടാന് പയറുണ്ട്. അത് ഞാൻ അപ്പേരിയാക്കിയിരുന്നു. അല്ല കുഞ്ഞാനെവിടെ? ഓലവിടെ റൂമിലുണ്ട്. എന്നാ ഞാൻ ഓന്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. എന്തപ്പോ എന്നൂല്ലാത്തൊരു മോളെ വിളി. അതിനിപ്പോ സ്നേഹിക്കണം തോന്നിയിട്ടുണ്ടാവും അതേക്കാരം. ഫോണില് ചാർജും കയ്യാനായി. ഒരു കുത്തി വെച്ച് കഴിഞ്ഞാൽ ആപ്പ് എന്താട്ടാണ്? അല്ലടാ, നമുക്ക് ഈ ഫോണുമ്പോ ഇങ്ങനെ ഇരുന്ന് കളിക്കൽ തന്നെ പണിയുള്ളൂ. നമുക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഒരു പണിയില്ലായിട്ട് ഇപ്പൊ ഫോണിൽ ഇരിക്കണം. ഒരു പണിക്കും പോവാതെ ഇങ്ങനെ ഇരിക്കും. ഞാനേ എന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ അതിപ്പോ ഇരുന്ന് ഫോണുമ്മ കളിച്ചാ ആൾക്ക് ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ടൊന്ന് പണിക്ക് പോയിക്കൂടെ? ഞാൻ എല്ലാരോടും പണി ചോദിച്ചതാണ്.
ഞാൻ വിചാരിച്ച പണി കിട്ടിയിട്ടില്ല. കല്ലേറ്റാൻ പോയാലും കിട്ടൂല പൈസ. ഇത് ഇങ്ങനെ വെറുതെ മുറിയിൽ ഇരുന്നാലൊന്നും പൈസ കിട്ടൂല. കല്ലേറ്റാനോ? ഞാനോ? നിക്ക കല്ലേറ്റാൻ പോവാനൊന്നും. അല്ല, ഇത് ഈ പേരന്റെ കോലൊന്ന് കണ്ടിക്കണ. ഈ മുറിയിൽ ഇരിക്കാന്നല്ലാതെ അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അതിനിപ്പോ എന്ത് വിവരക്കോ ഇപ്പൊ? ഇവിടെ നിന്നിട്ട് നോക്കാനല്ല പറഞ്ഞേ, ആ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് നോക്കി നോക്ക് എന്താ അതിന്റെ കോലെന്ന്. ആകെ പൊളിഞ്ഞാടാരയിക്കണ്. ഇജേ എങ്ങനെങ്കിലും നമ്മൾ ആ സ്ഥലത്ത് ഒരു ചെറിയൊരു പെരെങ്കിലും കയറ്റാൻ നോക്ക്. അതില് പെരയറ്റിയേ പൊന്നാരമ്മ, അതിലിപ്പോ ഒരു പെര കയറ്റണമെന്നുണ്ടെങ്കിൽ 10-20 ലക്ഷം ഉറുപ്പ്യ കയ്യില് വേണം. എവിടുന്ന് ഉണ്ടാക്കാൻ ഞാൻ? എന്റെ പെണ്ണുങ്ങളെ നേത്തില്ലേ പണ്ടോ, അത് വിറ്റിട്ട് നമുക്ക് തർപ്പനൊക്കെ ഒന്ന് കേൾക്കണോ? ആ ഓളാ 2 വാളിയും ആ മറിച്ചേനും കണ്ടിട്ട് അപ്പൊ നിങ്ങള് പെരയറ്റാൻ പോണത്? അത് വിറ്റപ്പോ എത്ര ഉണ്ടാവുക? ഫുള്ള് പൈസ ഒന്നും ഇപ്പൊ അത് ഉണ്ടാവില്ല എന്നൊക്കെ എനിക്കറിയാം. ആ ജമീല വന്നീന്നുണ്ട്, ഓൾ ഇന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്റെ പെണ്ണുങ്ങളെ പെരല്ലേ അതിന് ലോൺ എടുക്കാൻ. ലോൺ എടുക്കേ? നിന്നോട്ട് ജോലി ചോദിക്കാനൊന്നും. നിങ്ങൾ ചോദിച്ചോളി, എന്നിട്ട് വേണം ഞാൻ കൊടുങ്ങ. ഞാൻ എവിടെ അടക്കാനാ ലോണൊക്കെ എടുത്തിട്ട്? അതിന് എന്നോട് ആരെ പടക്കാൻ പറഞ്ഞത്? ഈ പണിയും പോരില്ലാതെ ഇജ്ജ് അടക്കാനൊന്നും പറ്റൂല എന്ന് എനിക്കറിയണല്ലേ. ഓളമ്മ അടച്ചോളും, ഈ അടച്ചോളാന്ന് പറഞ്ഞിട്ട് ആ തള്ളനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ലോൺ എടുപ്പിക്ക്. എങ്ങനെ ആയാലും 5-6 ലക്ഷം ഉറുപ്പ്യ കിട്ടും അയിമേ. എന്റെ പെണ്ണുങ്ങൾ എന്റെ സോപ്പ് ഇട്ടാ മതി. പിന്നെ ഓളെ മേത്തുള്ള ആ 5 പവനും കൂടി കൂട്ടി നമുക്ക് സുഖമായിട്ട് ഒരു പേരുണ്ടാക്കിക്കൂടെ? അന്നൊരു കാര്യം ചെയ്യേ, നിങ്ങള് സംസാരിച്ചു നോക്കി. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഓള് ഞാൻ അതിനെന്തേലും പറയും. നിങ്ങള് അതിന് സോപ്പിട്ട് പിടിക്കാനേ നല്ല ആളാങ്ങൾ. നിങ്ങളും സംസാരിച്ചു നോക്കി. ഞാൻ ചോദിക്കണേക്കായി നല്ല ഇജ്ജ് ചോദിക്കാണ്. പിന്നെ ഈ പേര എന്റെ പെങ്ങളെ പേരിലാണ് കൊടുക്ക. ഇതിപ്പോ എന്തായാലും പൊളിച്ചൊന്നും വേണ്ട. ഓളെ 25 പവന്റെ പണ്ടെടുത്തിട്ടാണ് ജാസ്മിക്ക് കൊടുത്തിരുന്നത്. എന്നിട്ട് ഇപ്പൊ ഈ പേരും കൂടി ഓളെ പേരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിപ്പാവും. നിങ്ങള് പണി ചോദിച്ചോളൂ, ഞാൻ ചോദിക്കൂല. അതങ്ങനെ തന്നെ കിടന്നോട്ടെ, ഇത് ഓൾക്കുള്ളതാന്ന് തന്നെയാണ് പറഞ്ഞാ മതി. പേർപ്പണിയൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം അറിഞ്ഞാ മതി ഇത് ഓൾക്കല്ലാന്നുള്ളത്. അപ്പൊ പിന്നെ വലിയ പ്രശ്നമാവൂല. എന്റെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ എല്ലാ പേരന്റെ ഉള്ളിൽ നിക്കാനുള്ളത്. ഇപ്പൊ എന്റെ പേരിലാണ് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? എന്നാ ഞാൻ തന്നെ ചോദിച്ചോളാം. എനക്ക് മടിയാണെന്നുണ്ടെങ്കിൽ എന്നോട് വന്നിട്ട് ഇതിനെ പറ്റി എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എനക്ക് അറിയാലോ, അതേപോലെ നിന്നാ മരിച്ചു. ഞാൻ പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. മോളെ കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞിരുന്നമ്മ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് അടിച്ചൊരു തുറക്കണം. പിന്നെ കുറച്ച് മാറാലൊക്കെ തട്ടാണ്ട്, അതൊക്കെ ഒന്ന് തട്ടാച്ചിട്ടാണ്. മാറാല തട്ടാനാ? ഇജ്ജിപ്പ അതിനൊന്നും നിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ് എന്റെ അടുത്തേക്ക്. എന്തമ്മ? പിന്നെ ഇജ്ജ് വന്നേ മുതൽ ഈ മാറാല തട്ടലും ഈ ചെതല് തട്ടലും തന്നെ അല്ല എനിക്ക് പണി ഉണ്ടായിരുന്നുള്ളൂ. അതിനൊക്കെ ഒരു മോചനം വേണ്ട എനിക്ക്. ഞാൻ പോനോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്. നമ്മ അവിടെ ഉള്ള ആ സ്ഥലം ഉണ്ടല്ലോ, 5 സെന്റ് സ്ഥലം, അതിന് നമുക്കൊരു പേരാണ് നിങ്ങളെ 2 ആളും കൂടി പേരിലാക്കാം നമുക്ക് ആ സ്ഥലേ. ഈ പെരപട നിന്നോട്ടെ, പിന്നെ നമുക്ക് പണ്ടം തരാണ്ടല്ലോ. അപ്പൊ എന്റെ പേരിൽ ഇതിന് ഞാനൊരു 5 സെന്റ് സ്ഥലം എഴുതി തരണ്ട്. അതിനിപ്പോ നമ്മളെടുത്ത് വിടുന്നമ്മ പൈസ? പെരപ്പണിയൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ വേണ്ടേ? എന്റെ മേത്തുള്ള ഈ 5 പവന്റെ പണ്ടം മതി. പിന്നെ എന്റെ ഉമ്മാനോട് ചെന്ന് ചോദിച്ചിട്ടേ ആ പെരമ്മ ഒരു ലോൺ എടുക്കുമെന്ന് ഒന്ന് അറിയാനേന്ന്. ഈ പെരമ്മ ഇപ്പൊ ലോൺ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ പേർക്ക് എഴുതാൻ പറ്റൂല. അപ്പൊ എന്റെ പേരിൽ തന്നെ ഈ കാര്യം ആധാരമൊക്കെ ബാങ്കിൽ ഉണ്ടാവുക. അപ്പൊ അത് വേണ്ടാച്ചിട്ടാണ്. എന്റെ ഉമ്മാന്റെ അടുത്തുള്ള ആധാരത്തുമ്മ ഒരു 5-6 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാല് അവിടെ ഇങ്ങനെ ആ സ്ഥലത്ത് പേരേറ്റാലോ. ഓൻ വീട്ടിക്കോളും അതെങ്ങനെയെങ്കിലൊക്കെ. ഇക്ക ഇങ്ങനെ അടക്കാനമ്മ, ഇക്കാക്ക് പണിയില്ലാതിരിക്കല്ലേ? ഇപ്പോഴല്ലേ പണി ഇല്ലാത്തുള്ളൂ, അപ്പോഴത്തേനൊക്കെ പണിയൊക്കെ റെഡി ആവും. ഇപ്പൊ ഓന്റെ കൂട്ടുകാരൻ വിളിച്ചിരുന്നു ഗൾഫിന്നെ. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് വിളിച്ചത്.
എന്തൊരു പണി ഉണ്ട് ആട് കേറാൻ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ കൂടെ നോക്കി കഴിഞ്ഞാല് വേഗം ലോണും കൂടും, പെരപ്പണി കഴിഞ്ഞാ അമ്മക്ക് അയക്കാണ്ട് ഇരുന്നൂടെ. ഇത് ഈ കാറ്റും മഴയും വരുമ്പോ പേടിയാണ് ഇതിന്റെ ഉള്ളിൽ നിക്കാന്. ഞാൻ ചോദിച്ചോക്കട്ടെ ഉമ്മാനോട്. അജ്ജ് ഉമ്മാനോട് ചോദിച്ചിട്ട് ആക്കത്തിന് മതി. ഉമ്മാന്റെ കുട്ടി എങ്ങനെയെങ്കിലും ഉമ്മാനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്ക്. അണക്ക് വേണ്ടിയിട്ടാണല്ലോ. ആ എന്നാ ഇജ്ജ് വേറെ പണിയോട് നോക്കിക്കന്നാല്. ഉം എന്താപ്പ ചെയ്യ? ഉമ്മാനോട് ഞാൻ ഇപ്പൊ എങ്ങനെയാ ചോദിക്ക? എന്തായാലും ഈ പേര ഇക്കുള്ളാണെന്ന് പറഞ്ഞിക്കണല്ലോ. ലോണ് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏത് സ്ഥലം വിറ്റിങ്ങാണ്ട് ലോൺ കൊണ്ട് അടക്കേണ്ടി വരും. എന്തൊക്കെ ചെയ്യാം. പെരപ്പണി ഇപ്പൊ ഇവിടെ തീരാനായി. അപ്പൊ അതിന്റെ ഉള്ളിക്ക് സാധനങ്ങൾ വേണ്ടപ്പോ. ഇതിന്റെ ഉള്ളിലത്തെ സാധനമൊക്കെ ഇപ്പൊ എങ്ങനെ കൊണ്ടുപോവാ? ആ പോക്ക് വേണമെന്നുണ്ടെങ്കില് ഇപ്പൊ ഈ സാധനങ്ങളൊന്നും ഇപ്പൊ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അതും പല പെരക്കാരോട് തന്നെ സോപ്പില്ല. ഇമ്മ അവിടുത്തെ ഉമ്മ വിളിച്ചിന്നിപ്പോ. ലോണ് 2 മാസത്തെ ലോണ് ഇമ്മയാണ് അടച്ചിരിക്കുന്നത്. ഇനി അവിടുന്ന് അങ്ങോട്ട് അടക്കാം. ഉമ്മാന്റെ അടുത്ത് പൈസ ഇല്ലാന്നാ പറഞ്ഞത്. എങ്ങനെങ്കിലും ഇക്കാനെ കൊണ്ടൊന്ന് അർപ്പിക്കണം. ഇവിടെ നല്ലപോലെ ചെലവിന് തന്നെ ഇല്ല. അതിനിപ്പോ എന്തായാലും കാട്ടാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്റെ പേരന്റെ ലോൺ അടക്കുന്നത്. എന്റെ ഉമ്മല അടച്ചിനത് 2 ലോണോ എന്റെ ഉമ്മല്ലാണ്ട് അടച്ചു തീർത്തോളും. ഇക്ക അടച്ചോളാന്ന് പറഞ്ഞിട്ടല്ല ഉമ്മ ലോൺ എടുത്തതൊക്കെ. പിന്നെ ഇപ്പൊ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? ആർക്ക് എന്തിനപ്പൊ ഇക്ക അറിയേണ്ട ആവശ്യം? എന്റെ ഉമ്മ എങ്ങനെ അടച്ചോട്ടെ. മകൾക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തതല്ലേ. മകളെ പെരപ്പണിക്ക് വേണ്ടി ലോൺ എടുത്തു. പെരപ്പണി ഇപ്പൊ ഇവിടെ കഴിയാനായി തുടങ്ങി. ഇജേ ഓനോടൊന്നും ഇനിയിപ്പോ ലോണിന്റെ കാര്യം പറഞ്ഞിട്ട് പോകുമൊന്നും വേണ്ട. ഓൻ തന്നെ ആകെ തല പുണ്ണായിട്ട് ഇരിക്കുകയാണ്. ഈ പെരപ്പണി ചെയ്യാനായി. ഇനി അയക്ക് എന്തെല്ലാം ഒരു സാധനം വേണം അത് ആലോചിച്ച് നടക്കണം എന്റെ കുട്ടി. ഒരു ഉമ്മയില്ല. പിന്നെ പെരപ്പണി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് തൊട്ടിട്ട് കർപ്പൂരം വരെയുള്ള സാധനം എന്റെ ഉമ്മ കൊണ്ടേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിലേ കുടുംബങ്ങളുടെ ഇടയിൽ ഞാനാണ് നാണം കേടുക. ആ നാണക്കേട് ഇക്ക് കഴിക്കാൻ വെക്കൂല. പിന്നെ അനക്കൊരു സ്വസ്ഥത ഞാൻ തരുമെന്ന് വിചാരിക്കണ്ട. എന്റെ ഉമ്മയോട് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞോളൂ. എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പെര എനിക്ക് തരാതെ പറഞ്ഞിരുന്നല്ലോ. എന്റെ പണ്ടെടുത്തേന് ഇത് എന്റെ പേർക്ക് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ഈ ലോൺ ഇതുമ്പോ എടുത്തുങ്ങാണ്ട് മറ്റേ ലോണും വീട്ടല്ലേ നല്ലതെന്ന്. പിന്നെ ബാക്കി സാധനങ്ങൾ വാങ്ങാനും എടുക്കാം. അതൊന്നും എനിക്ക് തരേണ്ട ആവശ്യമില്ല. ഞാൻ എന്നോട് ലോൺ എടുക്കാൻ പറഞ്ഞു. ഇജ് നേരെ പോയി എന്റെ ഉമ്മാനോട് ലോൺ എടുപ്പിച്ച എന്തിനാ? ഓനക്ക് പണിയില്ലാതിരിക്കാന്നുള്ള ആൾക്ക് അറിയണല്ലേ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ വിചാരിച്ച് ആടി കയറി ചെയ്യാൻ നിൽക്കാ. ഇജിപ്പോ ഈ പേര് സ്ഥലം കണ്ടിട്ട് വെച്ച് നിക്കണത്. ഇത് എന്തായാലും അനക്ക് കിട്ടൂല. ഇത് നമ്മൾ ഇവിടുന്നാണ്ട് ഇറങ്ങി പോണ ദിവസം എന്റെ മകൾ ഇങ്ങോട്ട് വരും. ഓൾക്കുള്ളതാണ് ഈ പേര് സ്ഥലമൊക്കെ. ഇതൊക്കെ എന്നോ ഞാൻ ഓളെ പേര് എഴുതി വെച്ചിരുന്നു. മാപ്പിളുടെ പെങ്ങൾക്ക് കൊടുത്തതല്ലേ പണ്ടൊക്കെ. വേറെ ആർക്കും കൊടുത്തോന്നല്ലല്ലോ. എന്റെ ഭർത്താവിനെ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തതാണ്. നാട്ടൂടെ എല്ലാത്തിനും കൊടുത്തതല്ലേ. ഇത് പണ്ട് മാപ്പിളുടെ ഒപ്പം നിക്കണില്ലേ? അത് പോരെ. മാപ്പിളുടെ ഒപ്പം നിക്കുന്നിടത്തോളം കാലം സ്വർണം പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് അവകാശപ്പെട്ട തന്നെയാണ്. ഓൾക്ക് ഈ പേര കണ്ടിട്ട് മോഹിച്ചിങ്ങനെ നടക്കാം. നടക്കും അത്. ഓള് വിചാരിച്ചേ ലോണൊക്കെ കണ്ട് എടുത്തുങ്ങാണ്ട് പേരാണ് കേട്ട ഓളെ പേരിലാണ് കിട്ടുന്നത്. എന്റെ മകന്റെയും പേരിലാണ് ആ സ്ഥലം. ഇത് എന്റെ മകളെ പേര്. ഒരു പാരി സത്ത് കൊടുക്കൂല. ഉമ്മാക്ക് വെച്ചിട്ട് പറയട്ടെ. അല്ല ശരിയാവൂല. ഹലോ അമ്മ.
ഇന്ന് ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്. ലോണൊന്നും ഓൽക്ക് അടക്കാൻ വെച്ചാന്നാ പറഞ്ഞത്. ഞാനാണ് ഇപ്പൊ എല്ലാത്തിനും കുറ്റക്കാരത്തി. ഞാൻ പറഞ്ഞിട്ടാത്തപ്പോ ലോൺ എടുത്തതൊക്കെ. അത് ഓൽക്ക് അടക്കാൻ പറ്റൂല എന്നൊക്കെയാണ് ഓലെ ഉമ്മ പറയണത്. പിന്നെ അത് മാത്രല്ല, പെരപ്പണി തീരാനയക്കണ്. പെരേക്കുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനവും എന്റെ അമ്മ തന്നെയാണ് കൊണ്ടേണ്ടതെന്ന്. ഇനി അമ്മ എന്താ ചെയ്യമ്മ? ഒരു മുതല് പോലും ഇനി പണയം വെക്കാനോ വിൽക്കാനോ ഇല്ല. ആ, നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ടോ? ഇന്നങ്ങോട്ട് വരി നിങ്ങള്. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാതെ ശരിയാവൂല. 6 ലക്ഷം ഉറുപ്പ്യാണ് ഇപ്പൊ 2 മാസത്തെ അടവ് നിങ്ങൾ അടച്ചത്. ബാക്കിയൊക്കെ ഞാൻ എന്താ നമ്മൾ ചെയ്യാ? ഓൽക്കാണെന്നുണ്ടെ ഇപ്പൊ പെര സ്ഥലമൊക്കെ ആയി. ഈ പെരൊന്നും ഇക്ക് കിട്ടൂല തോന്നുന്നുണ്ട്. ഓലെ മകളെ പേർക്ക് എഴുതി വെച്ചേക്കണം അത്ര അതൊക്കെ. ആ, നിങ്ങളെന്നാ വേഗം വരിയും കണ്ട്. ശരി. എന്തൊക്കെ ഞാൻ തീരണോ? ഇവിടെ ആരും ഇല്ലേ? ഇവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ പോയി. ആ അമ്മ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നോ? പിന്നെ ഞാൻ വരാതിരിക്കോ? അന്റെ പെരക്കാര് ഇമ്മാതിരി ചെറ്റത്തരം കാട്ടിയിട്ട് ഇത് ഞാനാണ് ആ ലോണൊക്കെ അടക്കണത്. ഇത് രണ്ടാലൊന്നും എനിക്ക് തീരുമാനം അറിഞ്ഞാ പറ്റുള്ളൂ. എവിടെ എന്റെ അമ്മായിന്ന് എന്റെ മാപ്പിളി? ഉമ്മ അവിടെ അടുക്കളയിലുണ്ട്. ആരാണ് ഇങ്ങനെ വിളിച്ചു പോണേ? ആ, എന്താ ഈ വൈക്കൊക്കെ? ഞാൻ നിങ്ങളെ പറ്റിട്ട് ഇന്ന് പോളോട് പറഞ്ഞിട്ടുള്ളൂ. ഓ, എന്നെ പറ്റി പറഞ്ഞാക്ക ഞാൻ അറിഞ്ഞിക്കണു. എവിടെ നിങ്ങളെ മകൻ? ആ, ഓനിവിടെ ഇല്ലേ? ഓനാണ്ട് അങ്ങാടിക്ക് പോയിക്കണ്. വരാൻ നേരം പോകും. എന്താണ്? ഓനിവിടെ ഇല്ലല്ലേ? എന്നെ പറ്റിച്ചെങ്ങാണ്ടേ നിങ്ങളെ മകൻ കുറച്ച് ലോണൊക്കെ എടുത്തിരുന്നല്ലേ എന്റെ പെരമ്മേ. അത് 2 വട്ടം ഞാനാണ് അടച്ചിക്കണത്. ഇക്ക് ഇന്നെ അടക്കാനൊന്നും ഒഴിവില്ല. ഓനോടാണെന്ന് അടച്ച് വീട്ടിൽ തരാൻ പറഞ്ഞാല്. ലോണോ? ഏത് ലോണ്? നിങ്ങളെ മകള് നിങ്ങളെ കൊണ്ട് എടുപ്പിച്ച ലോണൊന്നും ഞങ്ങളറിയില്ല. ഞങ്ങളെ ഏറ്റോളാന്നും ഞങ്ങള് പറഞ്ഞിട്ടൊന്നുമില്ല. ഓളെ പേരില് സ്ഥലം മുതലൊക്കെ കിട്ടുന്ന കണ്ടപ്പോ ഓള് ചെയ്ത പണിയാണത്. പിന്നെ മകൾക്ക് ഒരു പെര കയറ്റില്ല. അപ്പൊ ഉമ്മന്നല്ലേ ചെയ്യേണ്ടതും. ഇനിയിപ്പോ പെരപ്പണി ഇവിടെ തീരാനായി. ഇനി പെരന്റെ ഉള്ളിൽ എന്തെല്ലാം സാധനങ്ങൾ വേണോ അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടത്. ഓ, ഇങ്ങക്ക് ഇനി പെരയുടെ പണി മൊത്തം ഞാനത് കേൾപ്പിച്ചു തരാം. പെരന്റെ ഉള്ളിലേക്കുള്ള സാധനങ്ങളും ഞാനത് കൊടുന്നേരാം. വെച്ചുണ്ടാക്കും കൂടിയാണ് മുന്നിട്ടാണ് വെച്ചേരാം. അത് തിന്നാ മതിയല്ലോ നിങ്ങക്ക് 4 നേരം. കൂടെ കൂടുതൽ പറയിപ്പിക്കണ്ട നിങ്ങള്. നിന്റെ മകളെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവാണ്. ഇതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയാ പറ്റുള്ളൂ. എന്താ ഇവിടെ ഒച്ചയും വിളി? ഇജ് ഇവിടെ ഇല്ലാന്നല്ല എന്റെ ഉമ്മ പറഞ്ഞത്. പിന്നെ ഇജ് എവിടുന്നപ്പോ പൊട്ടി മുളച്ചേ? ഓലെ എന്റെ പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്. കൊണ്ടുപോവേ? എവിടെ കൊണ്ടുപോണേ? ഇവിടെ ആരും കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്റെ മകളെ ഞാൻ കൊണ്ടുപോവാണ്. ഇന്റെ മകളെ പറഞ്ഞ് പറ്റിച്ചങ്ങാണ്ട് 10-30 പവന്റെ സ്വർണ്ണവും പിന്നെ ഇന്റെ പെരമ ഒരു ലോണൊക്കെ ചെന്ന് എടുത്തുക്കണല്ലോ. അതൊക്കെ ഞാൻ ആര് വീട്ടു വെച്ചിട്ടാണ്? എന്റെ കുട്ടീനെ ഞാൻ കൊണ്ടുപോകുന്നേന്. നിങ്ങളെ മകളെ കൊണ്ടുപോയിക്കോളി. പണ്ട് മുതലും കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. നിങ്ങളെന്താ കാട്ടിക്കളി? ആ, ഇങ്ങള് വീട്ടണ്ട. ഇക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഒരു ഫോൺ കണ്ടാ ഞാൻ വെറുതെ കൊണ്ടിറക്കൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടത്. ഇതൊക്കെ ഞാൻ എവിടെ കാണിക്കണ്ട വെച്ചാൽ അവിടെ ഞാൻ കൊണ്ടുപോയി കാണിച്ചുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ എല്ലാരും പറ്റിക്കുമ്പോൾ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചാ കൊള്ളാലെ ഉമ്മാന്റെ മകന്റെ കളി. കുറെ മുണ്ടാതെ നിൽക്കുന്നുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ തലമ കയറി കളിച്ചു. എന്റെ കുട്ടിക്കൊരു ഇരിക്കുകൂരായിക്കോട്ടെ വിചാരിച്ചിട്ടാ ഞാൻ അതിനൊക്കെ നിന്നത്. അപ്പൊ പെരയില്ല, സ്ഥലവും ഇല്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥ. വിടൂല ഞങ്ങളെ രണ്ടാളി. ഇജ്ജ് പോരുന്നുണ്ട് എന്റെ പിന്നാലെ? ഞാൻ പോരുന്നേണ് ഉമ്മ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് എന്തിനാ? എന്റെ ആവശ്യമൊക്കെ ബൽക്ക് കഴിഞ്ഞിരിക്കണു. എന്നാ നടക്കൂടെ അങ്ങണ്ട്. ഇവിടെ നിന്നിട്ട് ഇനി കാര്യമൊന്നുമില്ല. ഉണ്ടാക്കുള്ള ഞാൻ തരണ്ടി. അല്ല ഇജ്ജ് എന്താ കണ്ടിക്കണത്?
എങ്ങനെങ്കിലും ആ പണ്ടാരത്തിന്റെ ലോണാണ് വീട്ടിൽ കൊടുത്താളാ. ഇല്ലാന്നുണ്ടെങ്കിലേ ഞാനും ഇജ്ജും ജയിലിലാണ് പോയി കിടക്കേണ്ടി വരും. ഞാൻ എവിടെ നിർത്തി കൊടുക്കണേ? നിങ്ങളാണ് ഈ ഇടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ അപ്പോഴും പറഞ്ഞു ഈ പേരൻസ് ഓളെ പേരിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. നമുക്ക് എന്നാ പുതിയ പേരെ നിൽക്കും ചെയ്യായിരുന്നു. അപ്പൊ ഇതിന് ഇത് നിങ്ങൾക്ക് ഓൾക്ക് ഇതാക്കായിട്ട് എന്ത് വന്നാലും മണ്ടില്ല. ഞാൻ അറിയില്ല ഒന്നും. എന്നോട് ചോദിക്കാൻ ഞാൻ പറയും നിങ്ങൾ പറഞ്ഞ എല്ലാം ചെയ്തിട്ട്. അത് ശരി, ഇപ്പൊ തെറ്റൊക്കെ നിന്റെ അടുത്താണ് അല്ലെ? നിങ്ങൾക്കൊരു പെര ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ ഞാൻ അത് ചെയ്തത്. അപ്പൊ ഇതൊക്കെ എന്റെ മേത്തൊക്കെ ഇടുക. നിങ്ങൾ എന്താ വെച്ചാ കാട്ടിക്കാളി, എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും അറിയില്ല. ഏടാ പറിച്ചോനെ, ഇനിയിപ്പൊ ഈ പെര വെക്കേണ്ടി വരും. ഇനിയിപ്പൊ ആ ലോണ് വീടാന് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനാ കുടുങ്ങുക. ഓന്റെ പേരിൽ ചിലപ്പോ ഓള് കേസൊന്നും കൊടുക്കൂല, മാപ്പിളല്ലേ വിചാരിച്ചിട്ട്. ഇന്ന് അങ്ങനത്തെ നോട്ടൊന്നും ഉണ്ടാവൂല. എന്താ ഇപ്പൊ കാട്ടുക? ഈ പെരയെന്നുണ്ടെങ്കിൽ ഇപ്പൊ പെണ്ണിന്റെ പേരിൽ എഴുതി കൊടുക്കും ചെയ്തിക്കും. ഇപ്പൊ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വാങ്ങണല്ലോ. ഓളാണെങ്കിൽ തരുന്നെയാണ് അവൻ. ഞാൻ ആകെ കുടുങ്ങി.